السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തിന്മകളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പല ആളുകൾ വീട്ടിൽ കുടുംബത്തിൽ ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരിൽ പല നിലക്കുമുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിയുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാം ഖൈറായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നവരാണ്. ഒരുപാട് പൊതുവായ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റുമാണെങ്കിലൊക്കെ ഒരുപാട് നന്മയുമായി കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ വീട്, കുടുംബം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇന്ന് വളരെയേറെ കുറവായ ഒരു വിഷയമാണിത്. കാരണം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാനസികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, സ്നേഹബന്ധങ്ങൾ വളരാൻ, സാമൂഹിക ബന്ധങ്ങൾ ഉടലെടുക്കാനൊക്കെ വലിയൊരു നിദാനമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരുമിച്ചിരുന്ന് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ബറക്കത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിക്ക വീടുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉപ്പ സിറ്റ് ഔട്ടിലുണ്ടാകും, അതല്ലെങ്കിൽ ഉമ്മ അടുക്കളയിലുണ്ടാകും, അതല്ല എങ്കിൽ മക്കള് മറ്റൊരു ഭാഗത്ത് ആയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിക്കൊണ്ട് ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും ഭക്ഷണം കഴിക്കാറുണ്ടാവുക. എന്നാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുകളും ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കൽ നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാനുള്ളത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധമാണ്. കൂട്ടുകുടുംബങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ, ആ സന്തോഷം നിലനിൽക്കാൻ ഈ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ്. മാത്രമല്ല, സ്നേഹബന്ധം വളരാനും മാനസികമായ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാ മതസ്ഥരും വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനൊക്കെ അതുകൊണ്ടുണ്ടാവും സാധ്യമാകുന്നുണ്ട്. ജമാഅത്തുൽ അക്കൽ, ഈറ്റിംഗ് ടുഗദർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ സാമൂഹിക ബന്ധം, അതുപോലെ തന്നെ സ്നേഹം, ഐക്യബോധം, ഇതൊക്കെ നമുക്കിതിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത വീടുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കുക. എന്നാൽ അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരസ്പരം ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, മക്കളാവട്ടെ, അവർ തമ്മിലുള്ള സ്നേഹം പരസ്പരം അത് നിലനിൽക്കാൻ നിദാനമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ എന്നുള്ളതാണ്. കുടുംബവും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായിക്കൊണ്ടുള്ള ഹൃദയബന്ധം നിലനിർത്താൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ വീടുകളിൽ ഈ ഒരു രൂപത്തിൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇനി എപ്പോഴും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ചില സമയങ്ങളൊക്കെ എന്താവണം, എല്ലാവരും മക്കളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. കാരണം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഹബ്ബു ഷൈഇൻ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അൻ യറൽ മുഅ്മിന
അള്ളാഹു താല ഒരു മുഅ്മിനായ മനുഷ്യനെ കാണുക. ആരോടൊപ്പം? മാ ഇമ്രഅത്തി, തൻ്റെ ഭാര്യയോടുകൂടെയും, വവലദിയെ, തൻ്റെ മക്കളോടൊപ്പം ഒരു മുഅ്മിനായ മനുഷ്യനെ കാണലാണ്. അപ്പോൾ അവരുമായി കൊണ്ട് നല്ല രൂപത്തിൽ പെരുമാറുക, അവരുമായി കൊണ്ട് നല്ല രൂപത്തിൽ കഴിയുക. അങ്ങനെ ഒരു മുഅ്മിനെ കാണുക എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ഇവരെ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അലൽ മാഇദ, അവർ ഭക്ഷണത്തിൻ്റെ തളികയുടെ ചുറ്റും ഒരുമിച്ചിരുന്നു കൊണ്ട് കാണുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അനഫ യദജ്തമ, അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നളറല്ലാഹു ഇലൈഹിം, അള്ളാഹു താല അവരിലേക്ക് നോക്കുമെന്നാണ്. ഖാലിക്കായ റബ്ബിന്റെ നോട്ടം ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളേക്ക് എത്തും. മാത്രമല്ല എങ്ങനത്തെ നോട്ടമാണ് അവൻ നോക്കുക? ബിറഹ്മത്തിൻ, അള്ളാഹു താല നോട്ടത്തിലൂടെ അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഒരുപാട് റഹ്മത്ത് അള്ളാഹു താല അവർക്ക് കൊടുക്കും. റഹ്മത്തിന്റെ നോട്ടം അവരിലേക്ക് നോക്കുകയും വയഗ്ഫിർ ലഹും ഖബ്ല അൻ യതഫറഖു എന്നാണ്. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണോ പിരിയുന്നത് അതുവരെയും അവരിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പൊറുക്കാൻ അത് വലിയ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പം നമ്മൾ കുടുംബമൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയം മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വലിയൊരു കാരണമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഏതുവരെ? അന്യ തഫറഖു നുസഹത്തുൽ മജാലിസ്, ആ മജ്ലിസ് അവൻ വിട്ടുപിരിയുന്നത് വരെയും അവൻ്റെ പാപങ്ങൾ അള്ളാഹു തആല പൊറുക്കുകയും അള്ളാഹു അവരിലേക്ക് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുകയും റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇത് എന്തിൻ്റെ മഹത്വമാണ്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണത്. അപ്പോൾ ഇത്രത്തോളം വലിയ പ്രതിഫലമുള്ള ഈ ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്താനോ അത് ചെയ്യാതിരിക്കാനോ പാടില്ല. കാരണം ഇത്രത്തോളം പ്രതിഫലത്തിന് പുറമെ ഒരുപാട് നന്മയായ നേട്ടങ്ങളാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തു പോയിക്കൊണ്ടൊക്കെ നല്ല സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ, അതിലൂടെ അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ സുദൃഢമാണ്. പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. അവർ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടും വീട്ടിലാണെങ്കിൽ. എന്നാൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോയി കഴിഞ്ഞാൽ അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ അവർ വലിയ താല്പര്യമാണ്. അപ്പോൾ ഒരുമിച്ചിരിക്കുന്നതിലൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നതിലൂടെ വലിയ നേട്ടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ മക്കൾ ഒരു ഒഴിവ് ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ മക്കളിൽ നല്ല സംസ്കാരങ്ങൾ വളർത്താൻ ഇതിലൂടെ നമുക്ക് എന്താകും സാധിക്കും. ഒരുമിച്ചിരുന്ന് മക്കളിത് കണ്ടിങ്ങനെ വളരുമ്പോൾ അവർ മുതിർന്നു കഴിഞ്ഞാലും അവർ ഉയർന്നു കഴിഞ്ഞാലൊക്കെ ഈ ഒരു സ്നേഹബന്ധം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. അല്ലാഹു തആല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നല്ല കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.